ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ആണ്. നമ്മൾ ലാസ്റ്റ് പൊട്ടൻഷ്യൽ എന്തെന്ന് പറഞ്ഞു. പല കേസിലും എങ്ങനെയാണ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു അല്ലേ. ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയോ, നമുക്കിവിടെ ഒരു സിസ്റ്റം ഓഫ് ചാർജസ് പറഞ്ഞാലോ, ഇവിടെ ഒരു Q1 ചാർജ്, നെക്സ്റ്റ് ഇവിടെ ഒരു Q2 ചാർജ്, ഇവിടെ ഒരു Q3 ചാർജ്, ഇങ്ങനെ സിസ്റ്റം ഓഫ് ചാർജസ് ആണ്. ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുക എങ്ങനെയാണ്. സപ്പോസ് ഇനീഷ്യലി എല്ലാ ചാർജുകളും ഇൻഫിനിറ്റിയിലുള്ളതെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ഈ Q1 നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവെക്കണം, ഇൻഫിനിറ്റി കൊണ്ടുവെക്കണം അല്ലേ. ഓക്കെ, ഞാൻ ഇവിടുന്ന് Q1 ഇവിടെ നിന്ന് എടുത്തിട്ട് ഇൻഫിനിറ്റി കൊണ്ടുവെക്കണം. അതുപോലെ Q2 എവിടെയുള്ളത് ഇൻഫിനിറ്റിയിലാണല്ലേ. Q3 ഇത് എവിടെയുള്ളത് ഇൻഫിനിറ്റിയിലാണ്. നമ്മൾ ഇനീഷ്യലി എല്ലാ ചാർജുകളും നമ്മൾ ആദ്യം ഇൻഫിനിറ്റിയിലുള്ളതെന്ന് വിചാരിച്ചു, ഒക്കെ ഉള്ളത് ഇൻഫിനിറ്റിയിലാണ്. ഇതാണ് ഫസ്റ്റ് ചാർജിൻ്റെ പൊസിഷൻ 1 എന്ന് പറഞ്ഞത്, സെക്കൻഡ് ചാർജിൻ്റെ പൊസിഷൻ, തേർഡ് ചാർജിൻ്റെ പൊസിഷൻ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ ചാർജുകളൊക്കെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് എടുത്തിട്ട് നോക്കൂ, ഞാൻ Qനെ ഇൻഫിനിറ്റിയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഈ 1 എന്ന പൊസിഷനിൽ കൊണ്ടുപോകുകയാണ് അല്ലേ. Q2നെ ഇൻഫിനിറ്റിയിൽ നിന്ന് എടുത്തിട്ട് ഈ 2 എന്ന പൊസിഷനിൽ കൊണ്ടുപോകുകയാണ്. Q3 ഇൻഫിനിറ്റിയിൽ നിന്ന് എടുത്തിട്ട് 3 എന്ന പൊസിഷനിൽ കൊണ്ടുപോകുകയാണ്. അങ്ങനെ ഡിഫറൻറ്റ് ചാർജസിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ റെസ്പെക്റ്റീവ് പൊസിഷനിൽ അല്ലെങ്കിൽ കറണ്ട് പൊസിഷനിൽ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ വർക്കിനെയാണ്, വർക്ക് മീൻസ് ഇലക്ട്രോസ്റ്റാറ്റിക് വർക്കാണ് അല്ലേ, ഇലക്ട്രിക്കൽ വർക്കാണ്. ആ വർക്കിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. സോ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം മേ ബി ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് വർക്ക് റിക്വയർഡ് ടു ബ്രിങ് the constituent charges from infinity to the corresponding positions. Clear? ഒരു സിസ്റ്റത്തിന് പൊട്ടൻഷ്യൽ എനർജി കാണുമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ആദ്യം എല്ലാ ചാർജുകളും ഇൻഫിനിറ്റിയിലാണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് ആ ഇൻഫിനിറ്റിയിൽ നിന്ന് ഓരോ ചാർജിനെയും കൊണ്ടുവന്നിട്ട് ആ റെസ്പെക്റ്റീവ് പൊസിഷനിൽ വെക്കാൻ ആവശ്യമായ വർക്ക് എത്രയാണോ ആ വർക്കായിരിക്കും എന്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ? ശരി. ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് കേസുകൾ പഠിക്കാനുള്ളത് നോക്കിയോ. നമുക്ക് ഫസ്റ്റ് ഉള്ളത് 2 ചാർജിൻ്റെ കേസ്. നിങ്ങൾക്ക് ഇവിടെ Q1 Q2 എന്ന 2 ചാർജുകൾ വന്നിട്ടുണ്ട്. ഇത് Q1 ആണ്, ഇത് Q2 ആണ്. ഈ Q1 Q2 നമ്മുടെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ വന്നിട്ടുണ്ട്, അത് R12 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പം പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ 2 ചാർജിനെയും നമ്മളിവിടെ കൊണ്ടുവെക്കണം, ഇൻഫിനിറ്റി കൊണ്ടുവെക്കണം അല്ലേ. ഇപ്പോൾ ഇൻഫിനിറ്റിയിൽ ആരൊക്കെയുണ്ട്, Q1 ഉണ്ട്, പിന്നെ ആരുമുണ്ട്, Q2 ഉണ്ട്. ശരിയാണല്ലോ. ഒരു പോയിൻറ്റ് എ എന്ന പോയിന്റിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഈ Q1 ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, Q1 ഇവിടെ നിന്ന് എടുത്തിട്ട് എയിൽ കൊണ്ടുവെക്കണം അല്ലേ. Q1 എടുത്ത് എയിൽ കൊണ്ടുവച്ചു. ക്ലിയർ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത വർക്ക് W1 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, നെക്സ്റ്റ് കേസ് യു ആർ ഗോയിങ് ടു ടേക്ക് Q2 ഫ്രം ഇൻഫിനിറ്റി ടു ദ പൊസിഷൻ, നെക്സ്റ്റ് പൊസിഷൻ നമുക്ക് വേണം ബി എന്ന് പറയാം അല്ലേ. നെക്സ്റ്റ് പൊസിഷൻ ബിയിലേക്ക് നമ്മൾ Q2നെ കൊണ്ടുവരിക. അതിന് വേണ്ട വർക്ക് W2 എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ ഈ Q1 Q2 നമ്മുടെ ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഡിസ്റ്റൻസ് വന്നിട്ട് എത്രയായിരുന്നു, R12 അല്ലേ, R12 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും, അത് ദാറ്റ്സ് ഈക്വൽ ടു W1 പ്ലസ് W2 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി എങ്ങനെയാണ് W1 W2 കാണുക, എന്തായിരിക്കും ഈ കേസിൽ W1 വരുന്നുണ്ടാവുക. ഈ കേസിൽ W1 എന്ന് പറഞ്ഞാൽ നമ്മൾ Q1 കൊണ്ടുവരാൻ ആവശ്യമായ വർക്കാണ്. എത്രയായിരിക്കും ആ വർക്ക് വരും, ആ വർക്ക് ഇനി കണ്ടുപിടിക്കുക. Q1 കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് കാണണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനീഷ്യലി എവിടെ ഉണ്ടായിരുന്ന Q1 ഉണ്ടായിരുന്നത് ഇൻഫിനിറ്റിയിലായിരുന്നു അല്ലേ. ഇൻഫിനിറ്റി എന്നല്ലേ Q1 കൊണ്ടുവരുന്നത്. അങ്ങനെ ഇൻഫിനിറ്റിയിൽ നിന്ന് Q1 ഇവിടുത്തെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യണോ. ഇത് മാസിൻ്റെ കേസല്ലേ, ചാർജിൻ്റെ കേസാണ്.
ചാർജിൻ്റെ കേസിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഫോഴ്സ് വേണം. ഓക്കെ, ഫോഴ്സ് ഉണ്ടാകണമെങ്കിൽ അവിടെ എന്ത് വേണം? ഇലക്ട്രിക് ഫീൽഡ് വേണം. ഫിസിക്കലി ക്യൂ എന്നല്ലേ പഠിച്ചത്? ഇലക്ട്രിക് ഫീൽഡ് വേണം. ഇനീഷ്യലി നമ്മൾ Q1 കൊണ്ടുവരുമ്പോൾ ആ Q1 അവിടെ വരുന്നതിന് മുന്നിട്ട് ആ എ എന്ന പോയിന്റിൽ വേറെ ഏതെങ്കിലും ചാർജുകളുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ആ ഫീൽഡിൽ, ആ റീജിയനിൽ വേറെ ചാർജുകൾ ഏതെങ്കിലും ഉണ്ടോ? ഒരു ചാർജും ഇല്ല. ചാർജൊന്നും ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഫോഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ Q1 കൊണ്ടുവരുമ്പോൾ നമുക്ക് വേറെ ഫോഴ്സൊന്നും ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചെയ്യേണ്ട വർക്ക് W1 എന്തായിരിക്കും? 0 ആയിരിക്കും. ഓർത്ത് നോക്കുക, the work required to bring the initial charge Q1 is equal to 0 because there is no other electric field in that region, so force is 0, the work done is 0. Clear? അപ്പോൾ Q1 നമ്മൾ എവിടെ നിന്ന് ഇവിടെ എത്തിച്ചു? എ എന്ന പോയിന്റ് എത്തിച്ചു. ക്ലിയർ ആണല്ലോ? Q1 അങ്ങനെ എയിലെത്തി. ഇനി Q2 കൊണ്ടുപോയി നമ്മൾ എന്താ ചെയ്യുന്നത്? കൊണ്ടുപോയിട്ട് ബിയിൽ വെക്കും. എയും ബിയും തമ്മിൽ ഡിസ്റ്റൻസ് R12 ആണ് അല്ലേ? Q2 നമ്മൾ എയിൽ കൊണ്ടുവെക്കുമ്പോൾ എന്താവും? ബിയിൽ കൊണ്ടുവെക്കുമ്പോൾ എന്താ അവസ്ഥ? ഇതിങ്ങോട്ട് വരുമ്പോഴേ ഇങ്ങനെ കൊണ്ടുവരണ്ടേ? കൊണ്ടുവരുമ്പോൾ സോറി, ഇവിടെ ഉള്ളത് Q1 അല്ലേ? ഇവിടെ Q1 അല്ലേ നമ്മൾ കൊണ്ടുവന്നത്? ശരി, Q2 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈ Q1 ഇവിടെ ഈ ബി എന്ന പോയിന്റിൽ അല്ലെങ്കിൽ ഈ കൊണ്ടുവരുന്ന ഈ റീജിയനിൽ എന്തായാലും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുമല്ലോ, ശരിയല്ലേ? അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നെങ്കിൽ ഈ Q1 ഇവിടെ എന്ത് കൊടുക്കും? ഫോഴ്സ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ Q2 ഇങ്ങോട്ട് വരുമ്പോൾ ഈ Q1 Q2ൻ്റെ മുകളിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് കൊടുക്കുമല്ലോ, എന്തായാലും ഉണ്ടാവും. കാരണം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആരുണ്ടാക്കുന്ന ഫീൽഡോ? Q1 ഉണ്ടാക്കുന്ന ഫീൽഡ്. അപ്പം ഈ Q2 നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് എടുത്തിട്ട് ബിയിൽ കൊണ്ടുവെക്കണമെങ്കിൽ നമ്മൾ എന്തിനു ഓവർകം ചെയ്യണം? ഈ Q1 കൊടുക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓവർകം ചെയ്യണം. അങ്ങനെ ഓവർകം ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റൂ? ബി എന്ന പോയിന്റിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ Q2 കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് തന്നെയാലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ വർക്ക് ചെയ്യേണ്ടി വരും. ക്ലിയർ? അതുകൊണ്ട് ഇവിടെ W2 ഒരിക്കലും എന്താകാൻ പറ്റില്ല? W2 ഈ കേസിൽ 0 ആകാൻ പറ്റില്ല. ശരിയല്ലേ? ഇനി എങ്ങനെയാണ് W2 കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വർക്ക് കാണണമെങ്കിൽ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ഉണ്ട്. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡ് ബൈ ചാർജ്. ഫോർ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചാർജിൻ്റെ പൊട്ടൻഷ്യലാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ W2 എന്തായിരിക്കും? W2 ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ബി മൾട്ടിപ്ലൈഡ് ബൈ നമ്മൾ കൊണ്ടുവന്ന ചാർജ് എത്രയാണത്? Q2 ആണ്. ശരിയല്ലേ? ഇതായിരിക്കുമല്ലോ W2. ഇനി നെക്സ്റ്റ് എന്താ VB എന്ന് പറഞ്ഞാലോ? VB ഈസ് എ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ബി. ബി എന്ന പോയിന്റ് ആരാ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നത്? Q2 അവിടെ വരുന്നതിന് മുന്നിട്ട് ബി എന്ന പോയിന്റ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്ന ആരായിരുന്നു? Q1 ആണ്, വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് R12. അങ്ങനെയാണെങ്കിൽ VBൻ്റെ വാല്യൂ എന്തായിരിക്കും? VB ഇക്വേഷൻ എന്തായിരിക്കും? VB ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? VB ഈസ് ഈക്വൽ ടു 1/4πε0. ചാർജ് ബി എന്ന പോലെ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നത് Q1 ആയതുകൊണ്ട് ചാർജ് Q1 ഡിവൈഡ് ബൈ ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് R12 മൾട്ടിപ്ലൈഡ് ബൈ എന്ത് കിട്ടും? Q2 കിട്ടും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എന്താ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി വരിക? W1 0 ആയി. W2 എന്ന് പറഞ്ഞാൽ ദറ്റ്സ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R12. ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ? ഓക്കെ, അപ്പം ആ ഒരു ഐഡിയ മനസ്സിൽ വെക്കുക. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഓരോ ചാർജിനും ഇൻഫിനിറ്റി നിന്ന് ആ കറസ്പോണ്ടിങ് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്കാണ്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണെങ്കിൽ 3 ചാർജിലെ കേസിൽ എന്തായിരിക്കും? ഇവിടെ നമുക്ക് 3 ചാർജുള്ളത്. ഈ 3 ചാർജുകൾ Q1 Q2 Q3. Q1 Q2ലേക്കുള്ള ഡിസ്റ്റൻസ് ദാറ്റ്സ് ടേക്കൺ ആസ് R12. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Q3 ആൻഡ് Q1 ഈസ് ടേക്കൺ ആസ് R13 ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Q3 ആൻഡ് Q2 ഈസ് ടേക്കൺ ആസ് R23. ഓക്കെ, അപ്പം ഇതും ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 3 ചാർജുകൾ നമ്മൾ എവിടെ കൊണ്ടുവെക്കണം? ഇൻഫിനിറ്റി കൊണ്ടുവെക്കണം. ശരിയല്ലേ? ഈ പൊസിഷൻ വേണം നമുക്ക്, Q1ൻ്റെ പൊസിഷൻ വേണം നമുക്ക് A എന്നെടുക്കാം, Q2ൻ്റെ പൊസിഷൻ നമുക്ക് B എന്നെടുക്കാം, Q3ൻ്റെ പൊസിഷൻ നമുക്ക് C എന്നെടുക്കാം. എല്ലാവരും ഉള്ളത് ഇനീഷ്യലി എല്ലാം ഉള്ളത് ഇൻഫിനിറ്റിയിലാണ് അല്ലേ? അപ്പം Q1 പിന്നെ Q2 ആൻഡ് Q3 ആർ അറ്റ് ഇൻഫിനിറ്റി.
നമ്മൾ ഫസ്റ്റ് Q1 എടുത്ത് ഇവിടെ കൊണ്ടുവെക്കുന്നു അറ്റ് ദ പോയിൻറ്റ് എ. Q1 എയിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വർക്ക് ചെയ്യേണ്ടതെന്ന് പറയാനുള്ള കാരണം അവിടെ എന്ത് വരുന്നില്ല, വേറെ ഇലക്ട്രിക് ഫീൽഡൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നമ്മൾ വർക്ക് ചെയ്യേണ്ട അല്ലേ. Q1 എടുത്ത് നമ്മൾ എയിൽ കൊണ്ടുവച്ചു. സോ ദാറ്റ് വർക്ക് W1 ഈസ് ഈക്വൽ ടു 3 ആണ്, ഈക്വൽ ടു 0. ഇനി Q2 എടുത്തിട്ട് ഇവിടെ കൊണ്ടുവെക്കണം, ബിയിൽ കൊണ്ടുവെക്കണം അല്ലേ. ഈ ഡിസ്റ്റൻസ് എന്നുള്ളത് ദാറ്റ്സ് ഈക്വൽ ടു R1 2. Q2 എടുത്ത് ബിയിൽ കൊണ്ടുവെക്കുമ്പോൾ പിന്നെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവെക്കുവാണ്. ഇപ്പോൾ വർക്ക് 0 ആവുമോ? 0 ആവില്ല. ആ വർക്ക് എന്തായിരിക്കും? വർക്ക് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് ബി മൾട്ടിപ്ലൈഡ് ബൈ കൊണ്ടുവന്ന ചാർജ് Q2. ബി എന്ന പോയിന്റ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നത് എ ആണ്. സോ പൊട്ടൻഷ്യൽ വിൽ ബി 1/4πε0 പിന്നെ എ അല്ലേ. സോ Q1 ഡിവൈഡ് ബൈ ആ ഡിസ്റ്റൻസ് R12 ആൻഡ് ചാർജ് ഈസ് Q2. ക്ലിയർ? ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, അടുത്തത് നമ്മൾ സി എന്ന പോയിന്റിൽ ആരെ കൊണ്ടുവെക്കണം? Q3നെ കൊണ്ടുവെക്കണം. Q3നെ സി എന്ന പോയിന്റിൽ കൊണ്ടുവരുമ്പോൾ ഓക്കെ, ആ ഡിസ്റ്റൻസ് എടുത്തുള്ളത് എയും സിയും തമ്മിൽ ഡിസ്റ്റൻസ് R13 ആണ്. ബിയും സിയും തമ്മിൽ ഡിസ്റ്റൻസ് R23 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ വർക്ക് ഡൺ W3 ഈസ് ഈക്വൽ എന്ത് കിട്ടും? ദാറ്റ്സ് എ പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് സി. നമുക്ക് വി സി എടുക്കാം, മൾട്ടിപ്ലൈഡ് ബൈ ദ ചാർജ് ബ്രോട്ട് ഹിയർ ദാറ്റ് ഈസ് Q3 അല്ലേ. ഈ എന്താ വി സി എന്ന് പറഞ്ഞാൽ, ഈ സി എന്ന പോയിന്റ് ആരൊക്കെയാണ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കുക? സി എന്ന പോയിന്റിൽ ഈ Q3 വരുമ്പോൾ അവിടെ എ എന്ന പോയിന്റിൽ Q1 ഉണ്ട്, ബി എന്ന പോയിന്റിൽ Q2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സി എന്ന പോയിന്റിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് എ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ, ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q1 പ്ലസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q2 ആയിരിക്കും. ശരിയല്ലേ? എന്താ പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q1 എന്ന് പറഞ്ഞാൽ 1/4πε0 ചാർജ് Q1 മൾട്ടിപ്ലൈഡ് ബൈ ആ ഡിസ്റ്റൻസ് R13, കാരണം C is at a point at a distance of R13 from Q1, right? പ്ലസ് അവിടെ ബിയും കൂടി പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ബി ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ആയിരിക്കും 1/4πε0. ബിൻ്റെ ചാർജ് Q2 ആണ് ആൻഡ് ആ ഡിസ്റ്റൻസ് ഈസ് R23. ഇതല്ലേ വി സി എന്ന് പറയുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ മൾട്ടിപ്ലൈഡ് ബൈ നമ്മൾ കൊണ്ടുവന്ന ചാർജ് Q3 ആണ്. ശരിയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിൽ ടോട്ടൽ ഈ സിസ്റ്റം ടോട്ടൽ വർക്ക് സിസ്റ്റത്തെ ഇങ്ങനെ ഫോം ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടോട്ടൽ വർക്ക് എത്രയായിരിക്കും? W1 പ്ലസ് W2 പ്ലസ് W3 അങ്ങനെയല്ലേ കിട്ടുമോ? W1 ഇവിടെ 0 ആണ്, സോ 0 പ്ലസ് W2 മീൻസ് എത്ര കിട്ടിയത്? നമുക്കിവിടെ 1/4πε0 ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കും അല്ലേ. ഓക്കെ, 1/4πε0 നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെയുള്ളത് Q1 Q2 ഡിവൈഡ് ബൈ R12 ആണ് അല്ലേ, പ്ലസ് W3 കഴിയുമ്പോൾ 1/4πε0 ഇവിടെയുണ്ട്, 1/4πε0 ഇവിടെയുണ്ട് അല്ലേ. കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാമല്ലോ. 1/4πε0 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെയും കിട്ടും ഇവിടെ Q1 ഡിവൈഡ് ബൈ R13 പ്ലസ് Q2 ഡിവൈഡ് ബൈ R23. ശരിയാണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടോട്ടൽ വർക്ക് റിക്വയർഡ് ടു ഫോം ദി സിസ്റ്റം ആണല്ലേ. ഇറ്റ്സ് ഈക്വൽ ടു എന്താ കിട്ടുക? 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R12 പ്ലസ് 1/4πε0 Q1 ഡിവൈഡ് ബൈ R13 പ്ലസ് Q2 ഡിവൈഡ് ബൈ R23. ഇവിടെ ഒരു കാര്യം നമ്മൾ വിട്ടിട്ടുണ്ട്, ഈ W3യിൽ ഔട്ട് സൈഡിൽ Q3 കൂടെ ഉണ്ട്, നമ്മൾ എഴുതാൻ വിട്ടുപോയതാണ്. ആ Q3 കൂടി അവിടെ എഴുതുവാണേ, Q3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ പൊട്ടൻഷ്യൽ ഇവിടെ നോക്കിക്കോ, 1/4πε0 കോമൺ ആയിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും? അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു എന്ത് കിട്ടും? Q1 Q2 ഡിവൈഡ് ബൈ R12 അല്ലേ, പ്ലസ് സെക്കൻഡ് ടേമിൽ Q1 ഉള്ളിലുണ്ട്, അതിൻ്റെ പുറത്ത് ആരും ഇവിടെ ഉണ്ട്? Q3 ഉണ്ടല്ലോ. ആ Q3 നമുക്ക് ഉള്ളിലേക്ക് എടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? അങ്ങനെയാണെങ്കിൽ Q3 ഡിവൈഡ് ബൈ ആ ഡിസ്റ്റൻസ് R13 പ്ലസ്
തേർഡ് ടേം Q2 ഉള്ളിലുണ്ട്, Q3 പുറത്തുള്ള Q3 ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ Q2 Q3 ഡിവൈഡ് ബൈ R23 എന്നിലേക്ക് കിട്ടുക. ഇതായിരിക്കും ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ? ഞാൻ Q3 ഞാൻ ഉള്ളിലേക്ക് എടുക്കാനുള്ള കാരണം നമുക്കൊന്ന് ഒരു പറയാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. 1/4πε0 ഓർത്താൽ മതി. Q1 Q2 ഡിവൈഡ് ബൈ R12. R12 എന്ന് പറഞ്ഞാൽ Q1 Q2 തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, Q1 Q3 ഡിവൈഡ് ബൈ R13. R13 is the distance between Q1 and Q3. Q2 Q3 ഡിവൈഡ് ബൈ R23. ഓക്കെ, ഇതായിരിക്കും അതിൻ്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി അല്ലേ? അങ്ങനെയാണെങ്കിൽ കുറേ ചാർജുകളുടെ സിസ്റ്റം ആണെങ്കിലോ നമുക്ക് n നമ്പേഴ്സ് ഓഫ് ചാർജസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവിടെ Q1, പിന്നെ Q2, പിന്നെ Q3, പിന്നെ Q4. 4 ചാർജുള്ള ആദ്യം അങ്ങനെ എടുത്തൊന്ന് കുറച്ച് എളുപ്പം കഴിയുമല്ലോ. 4 ചാർജ് ആണെങ്കിൽ എന്ത് കിട്ടി? ഇവിടെ R14 ഈ ഡിസ്റ്റൻസ് എത്ര വരിക? R12 ഈ ഡിസ്റ്റൻസ് എത്ര വരും? R23 ഇത് R34 അല്ലേ? ഇനി വേറെ എന്തൊക്കെ വരാം? വേണമെങ്കിൽ ഇങ്ങനെ വരാമല്ലോ. ഡിസ്റ്റൻസ് എത്രയായിരിക്കും അത്? R13 അല്ലേ? ഇങ്ങനെ ഡിസ്റ്റൻസ് വരാം. അത്രയായിരിക്കും R24 ആവാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ 1/4πε0 ആരൊക്കെ വരാം? ഫസ്റ്റ് Q1 Q2 ഡിവൈഡ് ബൈ R12 അല്ലേ? പ്ലസ് അടുത്ത കോമ്പിനേഷൻ Q1 Q3 ഡിവൈഡ് ബൈ R13 പ്ലസ് നെക്സ്റ്റ് കോമ്പിനേഷൻ Q1 Q4 ഡിവൈഡ് ബൈ R14. ഇനി വേറെ കോമ്പിനേഷൻ നോക്കി ഒന്ന് വെച്ചിട്ടോ? ഇല്ല, എല്ലാം ഇല്ലേ? Q2 പ്ലസ് നെക്സ്റ്റ് Q20 ആണെങ്കിൽ Q2 Q1 ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല, കാരണം Q1 Q2 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത കോമ്പിനേഷൻ വരുന്നത് Q2 Q3 ഡിവൈഡ് ബൈ R23 പ്ലസ് നെക്സ്റ്റ് Q2 Q4 ഡിവൈഡ് ബൈ R24 പ്ലസ് ഇനി ഏതാ കോമ്പിനേഷൻ? Q3ൻ്റെ കോമ്പിനേഷൻ അല്ലേ? Q3ൻ്റെ കോമ്പിനേഷൻ പറയുമ്പോഴോ Q1 Q3 നമ്മൾ പറഞ്ഞതല്ലേ, ആവശ്യമില്ല. പിന്നെ Q2 Q3 പറഞ്ഞതല്ലേ? ഓക്കെ, ഞാനൊരു കോമ്പിനേഷൻ വരുന്നതല്ലോ Q3 Q4 മാത്രമേ ഉള്ളൂ. Q3 Q4 ഡിവൈഡ് ബൈ R34. ഇനി വേറെ കോമ്പിനേഷൻ ഒന്നുമില്ലല്ലോ. നോക്കി, ഇതായിരിക്കും ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ n നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇത്രയും ടേംസ് നമുക്ക് അവിടെ വരും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി കാണുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് പലപ്പോഴും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. അതായത് ഈ പൊട്ടൻഷ്യൽ എനർജീൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണല്ലേ. സാറിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറ് ഒരു കേസ് നോക്കിയോ. ഇതാ, ഞാനൊരു സ്ക്വയർ ഉണ്ടാക്കുവാണ്. ഒരു സ്ക്വയർ ഫോം ചെയ്യാം. ഈ സ്ക്വയറിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് 2 മ്യൂസി ചാർജ് ഉണ്ട്, ഇവിടെ ഒരു 4 മ്യൂസി ഉണ്ട്, ഇവിടെ എന്താണ്ട് 5 മ്യൂസി ഉണ്ട് അല്ലേ, ഇവിടെ ഒരു 10 മ്യൂസി ഉണ്ട്. ഇതിൻ്റെയൊക്കെ സൈഡ് വേണമെങ്കിൽ 2 സെൻറ്റിമീറ്റർ ആണെന്ന് എടുത്തോ. എല്ലാം സ്ക്വയർ അല്ലേ, എല്ലാം 2 സെൻറ്റിമീറ്ററാണ്. ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി കാണാം. ഈ കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണാൻ പറ്റുമല്ലോ. ക്ലിയർ? വേണമെങ്കിൽ എങ്ങനെയും ചോദിക്കാം. ഈ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇത്രയും ചാർജുകളെ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ഫോം ചെയ്യാൻ ആവശ്യമായ ടോട്ടൽ വർക്ക് ഡൺ എത്രയായിരിക്കും? ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കറസ്പോണ്ടിങ് പൊസിഷനിൽ വെച്ചിട്ട് ഒരു സ്ക്വയർ ഫോം ചെയ്യിക്കുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഇത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. തിരിച്ചിങ്ങനെ വരാം. ദ വർക്ക് റിക്വയർഡ് ടു ടേക്ക് ദീസ് ചാർജസ് ഫ്രം ദ ഗിവൺ പൊസിഷൻ അല്ലേ ടു ഇൻഫിനിറ്റി. ഈ ചാർജുകളെ ഈ കോർണറിൽ നിന്ന് എടുത്തിട്ട് ഇൻഫിനിറ്റി കൊണ്ടുപോകാൻ ആവശ്യം വർക്ക് എത്രയായിരിക്കും? ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടെ ഈ കറസ്പോണ്ടിങ് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് പൊസിഷൻസ് നിന്ന് എടുത്തിട്ട് ഇൻഫിനിറ്റി കൊണ്ടുപോകാൻ ആവശ്യം വർക്ക് എന്തിനായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി തന്നെയായിരിക്കും.
അപ്പോൾ അതിന് നമ്മൾ എന്തിനെ കണ്ടാൽ മതി? പൊട്ടൻഷ്യൽ എനർജി കണ്ടാൽ മതി. ക്ലിയർ? പൊട്ടൻഷ്യൽ എനർജി കാണുമ്പോൾ ശ്രദ്ധിക്കണം, അതിൽ വെക്ടേഴ്സായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടും കൊടുക്കണം. ഓക്കെ, ചില കേസ് ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു 10 മൈക്രോ കൂളംബ് ചാർജ് വെക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ 10 മൈക്രോ കൂളംബിനെ ഞാൻ ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ ആവശ്യമായ വർക്ക് ഡൺ എത്രയായിരിക്കും? എങ്ങനെയാണ് കാണുമോ? സെൻറ്റർ നിങ്ങൾ വേണമെങ്കിൽ ഓന്നെടുത്തോ. അപ്പോൾ എങ്ങനെയാണ് കാണാൻ പറ്റുമോ? അത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? വർക്ക് ഡൺ കാണണമെങ്കിൽ ആ സെൻറ്ററിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഇൻറ്റു നിങ്ങൾ കൊണ്ടുവന്ന ചാർജ്. ഇതിലെ വർക്ക് ഡൺ സെൻറ്ററിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? സെൻറ്ററിലെ പൊട്ടൻഷ്യൽ കാണുമ്പോൾ ആരൊക്കെ ഉണ്ടാക്കും? 2 മ്യൂസി ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഉണ്ടാവും, 4 മ്യൂസി ഉണ്ടാവും, 5 മ്യൂസി ഉണ്ടാവും, 10 മ്യൂസി ഉണ്ടാവും. ഇത്രയും ആൾക്കാരുണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ആ പൊട്ടൻഷ്യൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ 10നെ കറസ്പോണ്ടിങ് പൊസിഷനിൽ കൊണ്ടുവെക്കാൻ ആവശ്യമായ വർക്ക് ഡൺ കിട്ടും. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ചില കേസിൽ സ്ട്രെയിറ്റ് ലൈനിൽ തരാറുണ്ട്. ഒരു ചാർജ് Q1 ചാർജ് ഇവിടെ വെക്കുന്നു, പിന്നെ ഇവിടെ നമുക്ക് A എന്ന പോയിൻറ്റ്, ഇവിടെ B എന്ന പോയിൻറ്റ്, ഇവിടെ C എന്ന പോയിൻറ്റ്. ഓക്കെ, ഒരു ചാർജ് Q2 എന്ന ചാർജിനെ C എന്ന പോയിൻറ്റ് വേണം നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം. C എന്ന പോയിൻറ്റ് കുറച്ചും കൂടി ആയിക്കോട്ടെ. C എന്ന പോയിൻറ്റ് ഇവിടെയുള്ളതെന്ന് വിചാരിച്ചു. Q2 എന്ന ചാർജിനെ ഞാൻ C കൊണ്ടുപോയിട്ട് Aയിൽ കൊണ്ടുവരുന്നു. അതിനാവശ്യമായ വർക്ക് എത്രയായിരിക്കും? ഇനി കണ്ടുപിടിക്കുമോ? അങ്ങനെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ പഠിച്ചിട്ടുണ്ട്, പൊട്ടൻഷ്യലിൻ്റെ കേസ് അത് ഡിപ്പെൻഡ് ചെയ്യുക ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനും മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ B ആണ്, ഫൈനൽ പൊസിഷൻ A ആണ്. അപ്പോൾ നമ്മൾ B എന്ന പോയിൻറ്റിലെ പൊട്ടൻഷ്യലും A എന്ന പോയിൻറ്റിലെ പൊട്ടൻഷ്യലും കാണും. ക്ലിയർ? അപ്പോൾ A യുടെ പൊട്ടൻഷ്യലിന് B എന്ന പൊട്ടൻഷ്യൽ മൈനസ് നമുക്ക് എന്ത് കിട്ടും? Aയും Bയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. ഓക്കെ, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? Q2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ Vയും Bയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ നമ്മൾ Q കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും അറിയോ? Bയിൽ നിന്ന് Aയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ വർക്ക് കിട്ടും. അത് നിങ്ങൾ എങ്ങനെ പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും മാത്രമേ എന്ത് ഡിപ്പെൻഡ് ചെയ്യൂ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് പാത്ത് ഇവിടെ ഒരു ഫാക്ടർ അല്ല, അത് ഇനീഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. ശരിക്കും പഠിച്ചേക്കും. ക്ലിയർ? ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഈ കേസിൽ. ഇനി നമുക്ക് വേണ്ടത് ഡൈപോൾ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. ഒരു ഫീൽഡിൽ ഡൈപോൾ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഇതാണ് ഒരു ഡൈപോൾ. ചാർജ് ഇവിടെ +Q -Q. ഈ രണ്ട് ചാർജ് തമ്മിൽ ഡിസ്റ്റൻസ് 2a ആണ്. ഡൈപോൾ മൊമെൻറ്റ് P എന്ന് തന്നിട്ടുണ്ട്. ഒരു ഇൻസ്റ്റൻറ്റിൽ നിങ്ങൾ ഡൈപോൾ നിങ്ങളെ എക്സൈറ്റ്സുമായിട്ട് നിങ്ങളെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയറക്ഷനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. മാത്രമല്ല ഈ ഡൈപോൾ വെച്ചത് യൂണിഫോം ഫീൽഡാണ്. യൂണിഫോം ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസൊക്കെ എന്തായിരിക്കണം? പാരലൽ ലൈൻസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ഡൈപോളിൻ്റെ മുകളിൽ 2 ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലേ? എന്തൊക്കെയായിരുന്നു ഇത്? +Qൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും, -Qൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും. നമ്മൾ പഠിച്ച കാര്യമാണ്. അങ്ങനെ ഡൈപോൾ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ആ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡൈപോളിൻ്റെ മുകളിൽ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ ടോർക്ക് നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ടോർക്ക് ടോ P × E എന്ന് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. P × E എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? PE sin θ ആണല്ലേ. P × E നമ്മൾ പണ്ട് ഡിറൈവ് ചെയ്ത കാര്യമാണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മളെ ചോദ്യം ഇതാണ്, ഇതിപ്പോൾ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഈ ഡൈപോൾ ഒരു ഇനീഷ്യൽ ആംഗിൾ, അതായത് θ1 ആംഗിളിൽ നിന്ന് അത് റൊട്ടേറ്റ് ചെയ്തിട്ട് θ2 എന്ന ആംഗിൾ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. ഇനീഷ്യലി ഡൈപോൾ ഫീൽഡ് വരെ ഉണ്ടാക്കിയ ആംഗിൾ θ1 ആയിരുന്നു. അത് റൊട്ടേറ്റ് ചെയ്ത് എങ്ങോട്ടേക്ക് മാറും? θ2ലേക്ക് മാറും. അപ്പോൾ ഇങ്ങനെ ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ വർക്ക് ഡൺ എന്തായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് സൗകര്യത്തിന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇത് θ1 θ2 റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് നിങ്ങൾ ഫീൽഡ് വരെ ഉണ്ടാക്കുന്ന ആംഗിൾ വെരി സ്മോൾ ആംഗിൾ dθ എന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെ വെരി സ്മോൾ ആംഗിൾ dθ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? വർക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു വർക്കിൻ്റെ ഇക്വേഷൻ? ഫോഴ്സിന് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ലീനിയർ മോഷനിൽ റൊട്ടേഷൻ മോഷനിലാണെങ്കിൽ ഫോഴ്സിന് പകരം ആര് വരും? ടോർക്ക് വരും. ഡിസ്പ്ലേസ്മെൻറ്റും ആര് വരും? തീറ്റ വരും. അങ്ങനെയല്ലേ? ഇവിടെ നമ്മൾ വളരെ ചെറിയ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് dw എന്നെടുക്കാം. ചെറിയ ആംഗിളായത് നമുക്ക് എന്തെടുക്കാം? dθ എന്നെടുക്കാം. ക്ലിയർ? ചെറിയ ആംഗിൾ എടുക്കാനുള്ള കാരണം ഇതാണ്, ടോർക്ക് ഏകദേശം നമുക്ക് യൂണിഫോമായിട്ട് അസ്യൂം ചെയ്യാം. വളരെ ചെറിയ ആംഗിൾ മാത്രമേ റൊട്ടേറ്റ് ചെയ്യാൻ. ശരിയാണല്ലോ? ടോർക്കിന് പകരം നമുക്ക് കൊടുക്കാമല്ലോ. ടോർക്കിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ? P sin θ എന്ന് എഴുതാമല്ലോ. സോ ഇറ്റ്സ് ഈക്വൽ ടു PE
സൈൻ തീറ്റ എന്ത് വന്നു ഡി തീറ്റ അല്ലേ. അങ്ങനെയാണെങ്കിൽ തീറ്റ 1 മുതൽ തീറ്റ 2 വരെ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ ടോട്ടൽ വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, ഇൻ്റഗ്രൽ ഫ്രം തീറ്റ 1 ടു തീറ്റ 2 ഡി ഡബ്ല്യു ആണല്ലേ. പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഫ്രം തീറ്റ 1 ടു തീറ്റ 2 ഡി ഡബ്ല്യുവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് കിട്ടിയത് ഇവിടെ ടോ തീറ്റ എന്ന് പറഞ്ഞാൽ പി ഇ സൈൻ തീറ്റ ഡി തീറ്റയാണ്. ശരിയല്ലേ? പി എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻ്റ് ആണ്, യൂണിഫോം വാല്യൂ ആണ്. ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയതുകൊണ്ട് ഇയും കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് തൽക്കാലം ഇൻ്റഗ്രേഷൻ പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്ത് നമുക്ക് എന്താ വരുന്നുള്ളൂ? ഇൻ്റഗ്രൽ തീറ്റ 1 ടു തീറ്റ 2 വരെയുള്ളൂ സൈൻ തീറ്റ ഡി തീറ്റയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇൻ്റഗ്രൽ ഓഫ് സൈൻ തീറ്റ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റയാണ്. ലിമിറ്റ് ഇൻ്റഗ്രേഷൻ കഴിഞ്ഞാൽ പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ പാടുള്ളൂ പറഞ്ഞല്ലോ. ലിമിറ്റ് വാരിയസ് ഫ്രം തീറ്റ 1 ടു തീറ്റ 2. പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം മൈനസ് പുറത്തേക്ക് എടുക്കുകയാണ്. മൈനസ് പുറത്തേക്ക് എടുത്ത് നമുക്ക് എന്ത് കിട്ടി? മൈനസ് പി എ കിട്ടി. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റീപ്ലേസ് തീറ്റ ബൈ യൂസിങ് ദ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? കോസ് തീറ്റ 2 മൈനസ് റീപ്ലേസ് തീറ്റ ബൈ യൂസിങ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ 1. അങ്ങനെയല്ലേ കിട്ടുക? ശരിയല്ലേ? ഇനി നമുക്ക് മൈനസ് വേണമെങ്കിൽ ഉള്ളിലേക്ക് എടുക്കാം. ഉള്ളിലേക്ക് എടുത്താൽ അല്ല വേണ്ട, ഓക്കെ അങ്ങനെ നമുക്ക് തീറ്റ 1 ടു തീറ്റ 2. അപ്പോൾ ഇതാണ് ജനറലായിട്ട് തീറ്റ 1 തീറ്റ 2ലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ വർക്ക്. ഈ വർക്കാണ് ആ ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, സോ ദ വർക്ക് required to rotate the dipole from an angle of theta 1 to theta 2 is കിട്ടുന്നത് മൈനസ് പി കോസ് തീറ്റ 2 മൈനസ് കോസ് തീറ്റ 1. മൈനസ് വേണം ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പി കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 എന്ന് കിട്ടും. ഓക്കെ, പക്ഷേ ജനറൽ സാർ നമ്മളൊരു ജനറൽ ഫോമിലേക്ക് പറയുമ്പോൾ നമ്മൾ സാർ ഇങ്ങനെ ചെയ്യാറ്. ഇനീഷ്യലി നിങ്ങൾ ഡൈപോൾ ഉള്ളത് ഈ ഫീൽഡിന് പെർപെൻഡിക്കുലറാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടോർക്ക് ഇതിൻ്റെ ഇവിടെ പ്ലസ് ക്യൂ ഇവിടെ മൈനസ് ക്യൂ അല്ലേ ഉള്ളത്. ടോർക്ക് ആക്റ്റീവ് ഡൈപോൾ എന്ത് ചെയ്യും? ഡൈപോൾ പതുക്കെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യും തോറും റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ടോർക്ക് എപ്പോഴാണ് 0 ആവുക? പെർപെൻഡിക്കുലർ ആകുമ്പോൾ ടോർക്ക് മാക്സിമം ആയിരുന്നു അല്ലേ? പി സൈൻ തീറ്റ അല്ലേ? പെർപെൻഡിക്കുലർ ആകുമ്പോൾ സൈൻ 90 വരും, മാക്സിമം ആവും. ടോർക്ക് 0 ആവുക ഡൈപോൾ ഫീൽഡിന് പാരലൽ ആകുമ്പോഴാണ്. അങ്ങനെയല്ലേ? അപ്പോൾ ഈ ഡൈപോൾ പതുക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഡൈപോൾ എന്ത് ചെയ്യുമെന്നറിയോ? കുറച്ച് നേരം കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീൽഡിന് പാരലായിട്ട് വരും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കേസ് തീറ്റ 1 എത്രയായിരിക്കും? തീറ്റ 1 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. ഫൈനലി പാരലാവുന്നതുകൊണ്ട് ഫൈനൽ ആംഗിൾ തീറ്റ 2 എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കേസിലേക്ക് എന്താ പൊട്ടൻഷ്യൽ എനർജി കിട്ടുക? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാലോ, മൈനസ് പി ഇ കോസ് തീറ്റ 2ന് പകരം കോസ് 0, കോസ് തീറ്റ 1ന് പകരം കോസ് 90 അല്ലേ? എന്താ കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്, കോസ് 90ൻ്റെ വാല്യൂ 0 ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് പി ഇ ഇതിൻ്റെ ഉള്ളിൽ 1 കിട്ടി, മൈനസ് 0, സോ ഇറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടി? ഓക്കെ, ഒരു മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് മൈനസ് പി എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ തിരിച്ച് ഒരു കേസ് കൂടെ നമ്മൾ വേറെ കേസ് നമ്മൾ പറയാറ്. സപ്പോസ് നിങ്ങളെ ഇത് പാരലായിട്ട് വരുന്നതിന് മുന്നിട്ടോ ഇത് 90 ഡിഗ്രിയിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഫീൽഡുമായിട്ട് ഇതാ ഈ ഒരു ആംഗിളിൽ വന്ന് നിൽക്കുന്ന വിചാരിച്ചു, ഫൈനൽ ആംഗിൾ തീറ്റയാണെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്കിവിടെ എന്താ കിട്ടുക? കേസ് ആണെങ്കിൽ തീറ്റ 2 ഈസ് ഈക്വൽ ടു തീറ്റ എന്നല്ലേ കിട്ടുക. ഓക്കെ, അപ്പം ഈ കോസ് 0 എന്തായിട്ട് മാറും? തീറ്റ ആയിട്ട് മാറുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? അങ്ങനെ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് പി കോസ് തീറ്റ മൈനസ് 0 എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്താ വരിക? ഈക്വൽ ടു മൈനസ് പി ഇ എന്ത് വന്നു? കോസ് തീറ്റ എന്ന് പറഞ്ഞു. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എ ബി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ആണ്. അങ്ങനെ മൈനസ് പി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ് പി ഡോട്ട് ഇ ആയിരിക്കും വെക്റ്റർ ഫോമിൽ അല്ലേ? ഇതാണ് ജനറലായിട്ട് നമ്മൾ എന്ത് പറയാറ്? ഒരു ഡൈപോളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടോർക്കല്ല ഡൈപോളിൻ്റെ മുകളിൽ
സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ പറയാറ്, എനർജി ഈസ് ഈക്വൽ ടു മൈനസ് പി ഡോട്ട് ഇ അല്ലെങ്കിൽ മൈനസ് പി ഇ കോസ് തീറ്റ. അതേസമയം ടോർക്ക് എന്തായിരുന്നു? പി ക്രോസ് ഇ ആണ്, എന്ന് പറഞ്ഞാൽ പി ഇ സൈൻ തീറ്റയാണ്. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ടോർക്ക് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ടോർക്ക് വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ കിട്ടേണ്ടത്? വെക്റ്റർ പ്രൊഡക്റ്റാണ്, അതായത് ക്രോസ് പ്രൊഡക്റ്റാണ്, പി ക്രോസ് ഇ ആണ്. പൊട്ടൻഷ്യൽ എനർജി, എല്ലാ എനർജിയും സ്കാലർ ക്വാണ്ടിറ്റിയാണ്. പൊട്ടൻഷ്യൽ എനർജി സ്കാലർ ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ? പൊട്ടൻഷ്യൽ എനർജി സ്കാലർ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? സ്കാലർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റാണ്, പി ഡോട്ട് ഇ ആണ്. മനസ്സിലായല്ലോ? ഇതാണ് ഒരു ഡൈപോളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡെറിവേഷനാണ്. പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, കൃത്യമായി പഠിച്ചേക്കും. ആ ആംഗിൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ജനറലായിട്ട് ആംഗിൾ θ1 θ2 എടുക്കുന്നതാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ ഇനീഷ്യൽ ആംഗിൾ 90 ഡിഗ്രിയും ഫൈനൽ ആംഗിൾ θ ആണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. ഇനിയല്ല 90 to 0 ആണെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും. ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഭാഗത്ത് നിന്ന് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ.